നമസ്കാരം. ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഏപ്രിൽ മാസം നല്ല കടുത്ത ചൂടിൻ്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗം വളരെ വർദ്ധിക്കുന്നു. ഈ മാസം ഇനി വരുന്ന വൈദ്യുതി ബില്ല് എങ്ങനെയായിരിക്കും എന്ന വേദനയിലും ബുദ്ധിമുട്ടിലും ആശങ്കയിലുമാണ് പലരും. ഏപ്രിൽ മാസത്തെ വൈദ്യുതി ബില്ല് കണ്ട് ഒരുപക്ഷെ ഞെട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുതിയ വൈദ്യുതി ബില്ലിംഗ് രീതി ഒന്നറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമായതിനാൽ വീടുകളിലെല്ലാം ഫാനുകൾ നിർത്താതെ ഉപയോഗിക്കുന്നു. എ സികളുടെയും കൂളറുകളുടെയും ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇവയുടെ അധിക ഉപയോഗത്താൽ വൈദ്യുതി ബില്ലിൽ വലിയ വർധന വരുമോ എന്നാണ് എല്ലാവരുടെയും ഭയം. എന്നാൽ അധിക ഉപയോഗം മാത്രമല്ല, ദിവസത്തെ 3 സമയക്രമമായി തിരിച്ച് ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗത്തിന് വ്യത്യസ്ത ചാർജുകളും ഈടാക്കുന്ന പുതിയൊരു ബില്ലിംഗ് രീതി കൂടി KSEB 2025 ജനുവരി മുതൽ നടപ്പാക്കി വരികയാണ്. ചിലർക്കത് വളരെ കൃത്യമായിട്ട് അറിയാം, ചിലർക്ക് ഇത് തീരെ അറിവില്ല. ഇത് കൃത്യമായി അറിയാത്തവർക്ക് ബില്ല് വരുമ്പോൾ വലിയൊരു തുകയായിരിക്കും ലഭിക്കുക. എന്നാൽ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വൈദ്യുതി ബില്ലിൽ ഒരു തുക കുറച്ചെടുക്കാൻ സ്വയം കഴിയുമെന്നതാണ് സത്യം. 2024 ഡിസംബർ 5-ാം തീയതി പുറത്തിറക്കിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ടൈം ഓഫ് ദ ഡേ മീറ്ററിംഗ് അഥവാ TOD മീറ്റർ വയ്ക്കണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് മിക്ക വീടുകളിലും TOD മീറ്റർ സ്ഥാപിച്ച് വരികയാണ്. ചിലയിടങ്ങളിൽ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം 3 സോണായി തിരിച്ച് വ്യത്യസ്ത താരിഫ് തുകയാണ് വൈദ്യുതി ബില്ലായി കണക്കാക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഓഫ് പീക്ക് ഹവേഴ്സ് ആയിട്ടുള്ള സമയമാണ് സോൺ 1 വരുന്നത്. ഈ സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ 10% കുറച്ചാണ് ചാർജ് ഈടാക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിന്റെ കാരണം രാജ്യത്ത് ഇപ്പോൾ ധാരാളം സോളാർ വൈദ്യുതി പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയേക്കാൾ കുറവുമായതിനാൽ വൈദ്യുത ലഭ്യത കൂടുതലും KSEBക്ക് ലഭിക്കുന്ന വില കുറവുമാണ്. അതിനാൽ സാധാരണ താരിഫിനേക്കാൾ 10% കുറവായിരിക്കും TOD മീറ്റർ അനുസരിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കണക്കാക്കുക. സോൺ 2 എന്നത് ആരംഭിക്കുന്നത് പീക്ക് അവേഴ്സ് ആയ വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയമാണ്. അതാണ് പീക്ക് അവേഴ്സ്. ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ താരിഫിനേക്കാളും 25% നിരക്ക് കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം. ഇനി രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണുള്ളത്. നൈറ്റ് അവേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സോൺ 3 എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്തെ ഉപയോഗത്തിന് സ്റ്റാൻഡേർഡ് നിരക്കാണ്. വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഒന്നും ഈ സമയത്തെ ഉപയോഗത്തിന് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, അയൺ ബോക്സ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഒക്കെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിന് പകരം വൈകിട്ട് 6-നും 10-നും ഇടയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 35% അധിക ബിൽ തുക വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ വൈകിട്ട് 6-നും 10-നും ഇടയ്ക്കുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി ശ്രദ്ധിക്കണം. ഇനി TOD മീറ്റർ ഇല്ലാത്ത 250 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും KSEB ബില്ലിങ്ങിന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. മാസത്തിലെ ഉപയോഗം 50 യൂണിറ്റിൽ താഴെയാണെങ്കിൽ താരിഫ് ₹3.30. എന്നാൽ 51 മുതൽ 100 യൂണിറ്റ് വരെ ₹4.15, 101 മുതൽ 150 യൂണിറ്റ് വരെയാണെങ്കിൽ ₹5.25, 151 മുതൽ 200 യൂണിറ്റ് വരെയാണെങ്കിൽ ₹7.10, 201 മുതൽ 250 യൂണിറ്റ് വരെയാണെങ്കിൽ ₹8.35 യൂണിറ്റ് ചാർജ്. അതിനാൽ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ബിൽ ചാർജ് കൂടി വരും. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളുടെ ഉപയോഗം 250 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യത്തെ യൂണിറ്റിന് മുതൽ ഫ്ലാറ്റ് റേറ്റിൽ താരിഫ് നൽകേണ്ടി വരും. 251 മുതൽ 300 വരെ ₹6.55 ആദ്യ യൂണിറ്റ് മുതൽ നൽകണം. 400 യൂണിറ്റ് ആണെങ്കിലോ ആദ്യത്തെ യൂണിറ്റ് മുതൽ ₹7.75 കൊടുക്കണം. അതുപോലെ 500 യൂണിറ്റിന് മുകളിലാണെങ്കിൽ ആദ്യ യൂണിറ്റ് മുതൽ ₹8.05 വീതം നൽകേണ്ടി വരും. അതിനാൽ ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ല് കണക്കാക്കുന്ന ഈ രീതികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റുള്ളവർ കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.